സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജീപ്പിൽ പോകുമ്പോൾ അർജുൻ വളരെയധികം പ്രേമം നിറഞ്ഞൊരു മുഖത്തോട് കൂടിയിട്ട് പ്രേമം കണ്ണിൽ നിഴലിച്ചുകൊണ്ട് നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെ നേരെ നോക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ആദ്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേമം തുളുമ്പുന്ന ഒരു കണ്ണുകളോട് കൂടിയിട്ട് നമ്മുടെ അർജുനെ നോക്കുന്നത് പ്രൊമോയിൽ കാണാൻ പറ്റി കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ വീക്കെൻഡ് പ്രൊമോയുടെ വിശേഷങ്ങൾക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ നമ്മൾ കാണുന്നത് അഞ്ജലിക്കെതിരെ അനുപമയും കാവ്യയും കൂടി ഒന്നിക്കുന്ന ഒരു സീനാണ്. അർജുൻ അഞ്ജലി ബന്ധം കാവ്യ തിരിച്ചറിയുന്നു, അനുപമയുടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അനുപമ കാവ്യക്ക് ഇനി മുതൽ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്നും, അതായത് അഞ്ജലിയും അർജുനും തമ്മിലുള്ള ബന്ധം പൊളിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യകത ശരിക്കും പറഞ്ഞാൽ അനുപമയ്ക്കാണെന്ന് അനുപമ കാവ്യയോട് പറയുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നീ ഇരിക്ക്, കാവ്യയും അർജുനെയും ഒന്നിപ്പിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം എൻ്റേതാണെന്ന് അനുപമ കാവ്യയോടെ പറയുകയാണ് കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. ഇതിനിടയിൽ കാർത്തിക് ചെറിയച്ഛൻ്റെ മോളുമായിട്ടൊരു ലൈൻ വലി അവിടെ നടക്കുന്നുണ്ട്. അത് അങ്ങനത്തെ സീൻ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. ഏത് സംഭവത്തെ പറ്റി പറയണമെന്ന് അറിയില്ല, അത്ര അധികം സംഭവങ്ങൾ നിറഞ്ഞൊരു പ്രൊമോയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും പത്മ കേസിൽ കാര്യമായ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ വീക്കെൻഡ് പ്രൊമോ നോക്കുകയാണെങ്കിൽ വളരെ അധികം പ്രശ്നങ്ങൾ നിറഞ്ഞൊരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. കുറേ അധികം സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പത്മ കേസിൽ അഞ്ജലിക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു, അല്ലെങ്കിൽ അഞ്ജലിക്ക് അനുകൂലമായ കാര്യങ്ങൾ കോടതിയിൽ ഉണ്ടായി എന്നുള്ള 100% നമുക്ക് ഇപ്പോൾ ഉറപ്പ് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് പ്രൊമോയിൽ കാണാം, ഹരീന്ദ്രൻ വക്കീലിനെ അടിച്ച് ഇറക്കി വിടുകയാണ് രാഘവനുണ്ണി വക്കീൽ. അപ്പോൾ തന്നെ അറിയാലോ എന്തായിരിക്കും സംഭവം എന്ന്. എന്താണെങ്കിലും അങ്ങനെ കുറേ സീനുകളുണ്ട്. എന്താണെങ്കിലും ഇന്ന് വന്ന വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിവ്യൂലേക്ക് നമുക്ക് പോകാം കേട്ടോ. എന്താണെങ്കിലും പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ അഞ്ജലിനെ അന്വേഷിച്ച് ഈ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ ടീംസ് ഒക്കെ കൂടി എത്തുകയാണ് കേട്ടോ. മിക്കവാറും ഹാർഡ് ഡിസ്ക് വീണ്ടും തിരിച്ച് അഞ്ജലിയുടെ കയ്യിലെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുപോലെ അത് മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ പത്മയെ മിസ്സിങ് ആയിട്ടുണ്ടല്ലോ, ഈ പത്മയെ മിസ്സിങ് ആയതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളും കണ്ടെത്തുവാനൊക്കെ ആയിട്ടായിരിക്കാം അവര് നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും അങ്ങനെ ഒരു സീൻ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഓട്ടോയിൽ വന്ന് അഞ്ജലി ഇറങ്ങുന്നുണ്ട്. എന്താണെങ്കിലും അവിടെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു വലിയൊരു കാര്യം പ്രൊമോയിലുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അർജുനെ കഴുത്തിന് കയറിയിട്ട് കുറുപ്പ് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്നൊരു നമുക്ക് മനസ്സിലാവുന്നില്ല. കാര്യമായ സംഭവങ്ങൾ നടന്നു എന്നുള്ളതാണ്. കാരണം കുറുപ്പ് കയറിയിട്ട് അർജുൻ്റെ കഴുത്തിനൊക്കെ കയറി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു സംഭവം എന്താണ് അവിടെ നടന്നത് എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കുറുപ്പ് അങ്ങനെ കയറി പിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ആലോചിച്ചപ്പോൾ തോന്നുന്നത് മിക്കവാറും അഞ്ജലി ആയിട്ടാണ് അർജുൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി അഞ്ജലി ആണെന്നായിരിക്കും മിക്കവാറും. ഈ അഞ്ജലി ആണെന്നുള്ള സത്യം മിക്കവാറും ഈ കുറുപ്പ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കാരണവശാലും കുറുപ്പ് ഇങ്ങനെ കയറിയിട്ട് അർജുനെ ഇങ്ങനെ കഴുത്തിന് കയറി പിടിക്കുന്ന ഒരു ആവശ്യം ഞാൻ എത്ര നോക്കിയിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറുപ്പ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അർജുൻ ഒരു പെണ്ണെ ഇഷ്ടപ്പെട്ടു പോയി, അതെങ്ങനെയല്ല അവനിൽ നിന്ന് ഒഴിവാക്കി കാവ്യനെ കൊണ്ട് തന്നെ കെട്ടിക്കാന്നേ കുറുപ്പ് ചിന്തിക്കത്തുള്ളൂ കേട്ടോ. പക്ഷെ ഇത് അഞ്ജലി ആണെന്ന് തിരിച്ചറിയുമ്പോൾ ആ സത്യം കുറുപ്പും അറിയുമായിരിക്കും. കാവ്യ വഴിയാണോ അതെങ്ങനെയാണെന്ന് അറിയില്ല. എന്താണെങ്കിലും സംഭവം കുറുപ്പും കൂടി അറിയുമായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനൊരു ബിഹേവ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പോൾ പുള്ളി അതുകൊണ്ടായിരിക്കാം നമ്മുടെ അർജുൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നത് അല്ലേ. എന്താണെങ്കിലും അങ്ങനെ ഒരു ഭയങ്കരമായൊരു സംഭവം കൂടി നമ്മൾ പ്രൊമോയിൽ കണ്ടു. അതിനൊപ്പം തന്നെ സന്തോഷകരമായ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ്റെ ചികിത്സയ്ക്കായിട്ട് ഏകദേശം 12 ലക്ഷത്തോളം രൂപ നമ്മുടെ അഞ്ജലിക്കുട്ടിക്ക് കണ്ടെത്തണം അല്ലെ. അപ്പൊ അത്രയും വലിയൊരു തുക അഞ്ജലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കണ്ടെത്തുക എന്നുള്ളത്, ഇപ്പോഴത്തെ അവസ്ഥയിലല്ല, നിസ്സാരമായ 10-20,000 രൂപ സ്കാനിങ്ങിന് പോലും കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മുടെ അഞ്ജലി ഉള്ളത് അല്ലേ. അപ്പൊ ആ സമയത്ത്
നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുടെ എപ്പിസോഡ് വഴി കണ്ടതാണ്, നമ്മുടെ അർജുൻ വന്നിട്ട് നമ്മുടെ അഞ്ജലിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പണം ഉണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി തരാം എന്നുള്ള ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്ന് ആ സമയത്ത് വളരെയധികം നമ്മുടെ അഞ്ജലിക്ക് സന്തോഷവും ഭയങ്കര കോൺഫിഡൻറ്റും ഒക്കെ ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഈ വീക്കെൻഡ് പ്രൊമോയിൽ നമുക്കൊരു കാര്യം കാണാം. അഞ്ജലിയുടെ കൂടെ അർജുൻ എന്തോ ഈ പണം കണ്ടെത്താനുള്ള എന്തൊക്കെയോ ഒരു വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ഹെവി ഒരു ഫണ്ട് റേസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഞ്ജലിയുടെ കൂടെ ഒരുമിച്ച് ഇവർ രണ്ടുപേരും കൂടെ ജീപ്പിൽ പോകുന്നത് പ്രമേയിൽ കാണാം. അപ്പൊ അവർ രണ്ടുപേരോട് പോയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയോ ഒക്കെ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ഏറ്റവും ആ നിമിഷത്തിൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജീപ്പിൽ പോകുമ്പോൾ അർജുൻ വളരെയധികം പ്രേമം നിറഞ്ഞൊരു മുഖത്തോട് കൂടിയിട്ട് പ്രേമം കണ്ണിൽ നിഴലിച്ചുകൊണ്ട് നമ്മുടെ അഞ്ജലി കുട്ടിയുടെ നേരെ നോക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജലി ആദ്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേമം തുളുമ്പുന്ന ഒരു കണ്ണുകളോട് കൂടിയിട്ട് നമ്മുടെ അർജുനെ നോക്കുന്നത് പ്രൊമോയിൽ കാണാൻ പറ്റി കേട്ടോ. അത് വളരെയധികം സന്തോഷം തോന്നിയൊരു കാര്യമാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു നോട്ടം നമ്മുടെ അഞ്ജലി കുട്ടിയുടെ മനസ്സിൽ ഒരു പക്ഷെ ഉണ്ടായിരിക്കാം, അർജുനോട് സ്നേഹവും പ്രേമവും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ പുള്ളിക്കാരി ഇത് പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല അല്ലെ. പക്ഷെ ആദ്യമായിട്ടാണ് പുള്ളിക്കാരിയുടെ കണ്ണുകളിൽ ആ ഒരു എക്സ്പ്രഷനോട് കൂടിയിട്ട് അർജുനെ നോക്കുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. എന്താണെങ്കിലും അർജുനെ മനസ്സിലാക്കി അഞ്ജലി വരികയാണ് എന്നുള്ളതാണ്. പിന്നെ പ്രമേയിൽ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതായത് ഹരീന്ദ്രൻ വക്കീലിനെ അടിച്ച് രാഘവനെ പുറത്താക്കിയാണ് കേട്ടോ. അതാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നെങ്കിൽ ഈ പത്മ മിസ്സിംഗ് ആയി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും പുള്ളിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അത് ആയിരിക്കാം. അല്ലെങ്കിൽ കൂടുതലും ചാൻസ് ഈ ഹാർഡ് ഡിസ്കിന്റെ കേസിലായിരിക്കും കേട്ടോ. മിക്കവാറും ഒരു സിറ്റിംഗ് കോടതി വരുമ്പോൾ അവിടെ വെച്ച് ഹാർഡ് ഡിസ്ക് മിസ്സിംഗ് ആയി ഹാർഡ് ഡിസ്ക് തിരിച്ച് അഞ്ജലിയുടെ കയ്യിലെത്തി കാര്യങ്ങളും അതെല്ലാം സബ്മിറ്റ് അഞ്ജലി ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് രാവണന് തിരിച്ചറിയുന്നത് സംഭവം ഹാർഡ് ഡിസ്ക് ഈ ഹരീന്ദ്രന്റെ കയ്യിൽ നിന്നും മിസ്സായി വീണ്ടും പോയി എന്നുള്ള കാര്യം കേട്ടോ. ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് സാധനം തൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ഈ രാവണനെ അപ്പം തിരിച്ചറിയും കേട്ടോ. അത് ഓൾറെഡി നശിപ്പിച്ച് കളയുകയും ചെയ്തു. ഒറിജിനൽ എന്താണെങ്കിൽ അഞ്ജലിയുടെ കയ്യിലെത്തി എന്ന് രാവണനെ മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മിസ്സായത് ഉറപ്പായിട്ടും ഹരിയുടെ കയ്യിൽ നിന്നാണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹരീനെ അടിച്ച് മുഖത്തടിച്ച് രാവണനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന കേട്ടോ. അങ്ങനെ ഒരു സീനും കൂടി നമ്മൾ പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഒത്തിരി അധികം സംഭവ വികാസങ്ങൾ നിറഞ്ഞൊരു പ്രൊമോ ആയിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഈ ഒരാഴ്ച സത്യം പറഞ്ഞ ഒരു ഒഴുക്കം മറ്റുള്ള എപ്പിസോഡുകളായിരുന്നു. കമന്റുകളൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി എന്ന കേസിലേക്ക് തിരിച്ചു വരാത്തതിന് വേഗം ഒന്ന് വിജയിപ്പിച്ചു. അങ്ങനെ കുറെ കമന്റുകളൊക്കെ ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്. ഈ ആഴ്ച പൊതുവെ എപ്പിസോഡുകളിൽ ഒഴുക്കം മറ്റാണ്. പക്ഷെ ഈ വരുന്ന എപ്പിസോഡിൽ വീക്കിന്റെ പ്രൊമോ വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും ഏറ്റവും അവസാനത്തെ സീനുകൾ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ വീക്കിന്റെ പ്രൊമോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ സീനുകൾ എന്ന് പറയുന്നത്, നമുക്കൊരു കാര്യം അറിയാം, കുറുപ്പ് കയറിയിട്ട് അർജുനെ കഴുത്തിന് കയറി പിടിക്കുന്ന ഹെവി സീൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ അർജുനും കുറുപ്പും കാവ്യയും എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങൾക്കൊരു വലിയൊരു ആടിയുലച്ചിൽ വന്നിട്ടുണ്ട്. വലിയ ഇഷ്യൂസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കാവ്യ അർജുൻ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു വളരെ ഇമ്പോസിബിൾ ആയിട്ട് ആ നിമിഷം മാറിയിട്ടുണ്ടാവും കേട്ടോ. സ്വന്തം കഴുത്തിന് കയറി പിടിച്ച ഒരാളുടെ മോളുമായിട്ട് അർജുൻ ബന്ധത്തിന് പോകുന്നു തോന്നുന്നുണ്ട്. അപ്പൊ അർജുന് പൂർണ്ണമായിട്ട് അവിടെ വെച്ച് പറയും, നിങ്ങളെ മോളെ എനിക്ക് ആവശ്യമില്ല, ഞാൻ അവളെ കെട്ടാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അഞ്ജലി എന്നെ ഇഷ്ടം, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലിയ സീനൊക്കെ ഉണ്ടാക്കി വെക്കാറ് അർജുൻ അവിടെ നിന്ന് ഇറങ്ങി പോരും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ കുറിപ്പും വേണ്ട, ഇതിന് നമുക്ക് ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കും പുള്ളി ചിന്തിക്കുന്നത്. പക്ഷെ ആ രീതിയിലായിരിക്കില്ല കേട്ടോ കാവ്യ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ കാവ്യ ഇങ്ങനെ വിളിക്കുന്ന ഒരു സീൻ അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യത്തോടെ എന്തോ ഒരു എക്സ്പ്രഷൻസോട് കൂടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ വിളിക്കുന്ന സീൻ നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെയൊക്കെ പറഞ്ഞ അർജുന് ഈ കാവ്യയുടെ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ നോക്കിയാൽ ഈ കാവ്യ പുറകെ തന്നെ ഉണ്ടാവും എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാവ്യയും അർജുനെയും ഒന്നിക്കാന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം ആരുടെയാണെന്ന് നമുക്കറിയില്ല. അനുപമയ്ക്കാണ് ഏറ്റവും വലിയ ആവശ്യം. അപ്പൊ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു വീക്കെൻഡ് പ്രൊമോ തന്നെയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അടുത്ത ആഴ്ച എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. നമ്മൾ ഇതിനിടയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊമോ റിവ്യൂസ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ ടേക്ക് കെയർ, ശുഭരാത്രി.